എജ്യൂഗസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് 50 തിരഞ്ഞെടുത്ത വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റാണ്. PSCയുടെ വരുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ചോദ്യങ്ങളാണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചോദ്യങ്ങളിലേക്ക് കടക്കാം. മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെ ആവരണം ചെയ്താണ് പെരികാർഡിയം എന്ന ഇരട്ടസ്തരം കാണപ്പെടുന്നത്? മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെ ആവരണം ചെയ്താണ് പെരികാർഡിയം എന്ന ഇരട്ടസ്തരം കാണപ്പെടുന്നത്? ഓപ്ഷൻ ഡി, ഹൃദയം. മനുഷ്യ ശരീരത്തിൽ ഹൃദയത്തെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന ഇരട്ടസ്തരമാണ് പെരികാർഡിയം. ജീവകം എയുടെ അപര്യാപ്തത കൊണ്ട് ഉണ്ടാകുന്ന ഒരു രോഗം. തന്നിരിക്കുന്നവയിൽ ജീവകം എ, വൈറ്റമിൻ എയുടെ അപര്യാപ്തത കൊണ്ട് ഉണ്ടാകുന്ന ഒരു രോഗം. ഓപ്ഷൻ ഡി, നിശാന്തത. തന്നിരിക്കുന്നവയിൽ നിശാന്തതയാണ് ജീവകം എയുടെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന ഒരു രോഗം. ഭക്ഷ്യവസ്തുക്കളിൽ മഞ്ഞ നിറം നൽകുന്നതിനായി ഉപയോഗിക്കുന്ന രാസവസ്തു. ഭക്ഷ്യവസ്തുക്കളിൽ മഞ്ഞ നിറം നൽകുന്നതിനായി ഉപയോഗിക്കുന്ന ഒരു രാസവസ്തുവാണ് ഓപ്ഷൻ എ, ടാർട്രസിൻ. തന്നിരിക്കുന്നവയിൽ ടാർട്രസിൻ എന്ന രാസവസ്തുവാണ് ഭക്ഷ്യവസ്തുക്കളിൽ മഞ്ഞ നിറം നൽകുന്നതിനായി ഉപയോഗിക്കുന്ന രാസവസ്തു. കേരളത്തിലെ പ്രമേഹ രോഗികളായ BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹ്യാരോഗ്യ സുരക്ഷാ പദ്ധതി. കേരളത്തിലെ പ്രമേഹ രോഗികളായ BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹ്യാരോഗ്യ സുരക്ഷാ പദ്ധതി. ഓപ്ഷൻ ബി, വയോമധുരം പദ്ധതി. വയോമധുരം പദ്ധതിയാണ് കേരളത്തിലെ പ്രമേഹ രോഗികളായ BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹ്യാരോഗ്യ സുരക്ഷാ പദ്ധതി. നെൽച്ചെടിയിലെ പരാഗണകാരി ഏത്? തന്നിരിക്കുന്നവയിൽ നെൽച്ചെടിയിലെ പരാഗണകാരി. ഓപ്ഷൻ സി, കാറ്റ്. തന്നിരിക്കുന്നവയിൽ കാറ്റാണ് നെൽച്ചെടിയിലെ പരാഗണകാരി. ചന്ദ്രശങ്കര ഏത് വിളയുടെ സങ്കരയിനമാണ്? ചന്ദ്രശങ്കര ഏത് വിളയുടെ സങ്കരയിനമാണ്? ഓപ്ഷൻ ഡി, തെങ്ങ്. തെങ്ങിൻ്റെ ഒരു സങ്കരയിനമാണ് ചന്ദ്രശങ്കര. ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ, തെന്മല. ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് തെന്മലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു മൂലകത്തെ മറ്റ് മൂലകങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന കണം ഏത്? ഒരു മൂലകത്തെ മറ്റ് മൂലകങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന കണം. ഓപ്ഷൻ എ, പ്രോട്ടോൺ. പ്രോട്ടോൺ ആണ് ഒരു മൂലകത്തെ മറ്റ് മൂലകങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന കണം. ആധുനിക പീരിയോഡിക് ടേബിളിൽ അലസവാതകങ്ങൾ ഏത് ഗ്രൂപ്പിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ആധുനിക പീരിയോഡിക് ടേബിളിൽ അലസവാതകങ്ങൾ ഏത് ഗ്രൂപ്പിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ ഡി, ഗ്രൂപ്പ് 18. ആധുനിക പീരിയോഡിക് ടേബിളിൽ അലസവാതകങ്ങൾ 18ാം ഗ്രൂപ്പിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് തരികൾ ചൂടാക്കിയാൽ ഉണ്ടാകുന്ന വാതകമേത്? പൊട്ടാസ്യം പെർമാംഗനേറ്റ് തരികൾ ചൂടാക്കിയാൽ ഉണ്ടാകുന്ന വാതകം. ഓപ്ഷൻ ബി, ഓക്സിജൻ. പൊട്ടാസ്യം പെർമാംഗനേറ്റ് തരികൾ ചൂടാക്കിയാൽ ഉണ്ടാകുന്ന വാതകം ഓക്സിജൻ. വ്യത്യസ്ത മണ്ണിനങ്ങളുടെ pH മൂല്യം തന്നിരിക്കുന്നു. ഏത് pH മൂല്യമുള്ള മണ്ണിലാണ് കുമ്മായം ചേർക്കേണ്ടത്? വ്യത്യസ്ത മണ്ണിനങ്ങളുടെ pH മൂല്യം തന്നിരിക്കുന്നു. ഏത് pH മൂല്യമുള്ള മണ്ണിലാണ് കുമ്മായം ചേർക്കേണ്ടത്? ഓപ്ഷൻ ബി, 3. തന്നിരിക്കുന്നവയിൽ pH മൂല്യം 3 ആയിട്ടുള്ള മണ്ണിലാണ് കുമ്മായം ചേർക്കേണ്ടത്. സാധാരണയായി 6-ൽ താഴെ pH മൂല്യമുള്ള അമ്ലതയുള്ള മണ്ണിലാണ് കുമ്മായം ചേർക്കേണ്ടത്. ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യുന്നതിന് എത്ര ദിവസം വേണ്ടിവരുന്നു? ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യുന്നതിന് എത്ര ദിവസം വേണ്ടിവരുന്നു? ഓപ്ഷൻ എ, 27.3 ദിവസം. ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യുന്നതിന് വേണ്ട ദിവസം 27.3. താഴെ തന്നിരിക്കുന്നവയിൽ ദോലനവുമായി ബന്ധപ്പെട്ട ചലനമേത്? തന്നിരിക്കുന്നവയിൽ ദോലനവുമായി ബന്ധപ്പെട്ട ചലനം. ഓപ്ഷൻ ഡി, ഊഞ്ഞാലിൻ്റെ ചലനം. തന്നിരിക്കുന്നവയിൽ ഊഞ്ഞാലിൻ്റെ ചലനമാണ് ദോലനവുമായി ബന്ധപ്പെട്ട ചലനം.
തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയെ എന്ത് പേരിൽ അറിയപ്പെടുന്നു? തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ ബി സംവഹനം. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി സംവഹനം എന്നാണ് അറിയപ്പെടുന്നത്. വേട്ടക്കാരൻ നക്ഷത്രഗണത്തിൻ്റെ വലത് ചുമലിൻ്റെ സ്ഥാനത്ത് ചുവന്ന് കാണുന്ന നക്ഷത്രം ഏത്? വേട്ടക്കാരൻ നക്ഷത്രഗണത്തിൻ്റെ വലത് ചുമലിൻ്റെ സ്ഥാനത്ത് ചുവന്ന് കാണുന്ന നക്ഷത്രം ഓപ്ഷൻ സി തിരുവാതിര. വേട്ടക്കാരൻ നക്ഷത്രഗണത്തിൻ്റെ വലത് ചുമലിൻ്റെ സ്ഥാനത്ത് ചുവന്ന് കാണുന്ന നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ്. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന: 1-ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു, 1-3 വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുത്തു, 2-ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു. തന്നിരിക്കുന്നവയിൽ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി 3 മാത്രം. 2-ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു എന്ന പ്രസ്താവനയാണ് തന്നിരിക്കുന്നവയിൽ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ബർദോളി സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന: നിയമലംഘന പ്രസ്ഥാനമായിരുന്നു, ഭൂനികുതി വർദ്ധിപ്പിച്ചതിനെതിരെയായിരുന്നു, കർഷക സമരമായിരുന്നു, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ആയിരുന്നു. ബർദോളി സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി 4 മാത്രം. ഗാന്ധിജിയുടെ നേതൃത്വത്തിലായിരുന്നു. ബർദോളി സത്യാഗ്രഹത്തിൻ്റെ നേതൃത്വ സ്ഥാനത്തുണ്ടായിരുന്നത് സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു. റൗലറ്റ് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ: ഡോക്ടർ സത്യപാൽ, മംഗൽ പാണ്ഡെ, വെല്ലിംഗ്ടൺ പ്രഭു, സൈഫുദ്ദീൻ കിച്ലു. തന്നിരിക്കുന്നവയിൽ റൗലറ്റ് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ ആരൊക്കെയാണ്? ഓപ്ഷൻ ഡി 1ഉം 4ഉം. ഡോക്ടർ സത്യപാൽ, സൈഫുദ്ദീൻ കിച്ലു. ഡോക്ടർ സത്യപാലും സൈഫുദ്ദീൻ കിച്ലുവുമാണ് തന്നിരിക്കുന്നവരിൽ റൗലറ്റ് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ. പിൻ തീയതി വെച്ച ചെക്ക് എന്ന വിശേഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഗാന്ധിജി ക്രിപ്സ് മിഷൻ, ഗാന്ധിജി ക്യാബിനറ്റ് മിഷൻ, ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ, ഗാന്ധിജി ഖിലാഫത്ത് പ്രസ്ഥാനം. തന്നിരിക്കുന്നവയിൽ പിൻ തീയതി വെച്ച ചെക്ക് എന്ന വിശേഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഓപ്ഷൻ എ 1 മാത്രം. ഗാന്ധിജി ക്രിപ്സ് മിഷനുമായിട്ടാണ് പിൻ തീയതി വെച്ച ചെക്ക് എന്ന വിശേഷണം ബന്ധപ്പെട്ടിരിക്കുന്നത്. 1857 ബ്രിട്ടീഷ് വിരുദ്ധകാലത്ത് ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം കൊടുത്തവർ: നാനാ സാഹിബ്, ഝാൻസി റാണി, ജനറൽ ഭക്ത്ഖാൻ, ബഹദൂർ ഷാ രണ്ടാമൻ. തന്നിരിക്കുന്നവരിൽ 1857 ബ്രിട്ടീഷ് വിരുദ്ധ കലാപകാലത്ത് ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം കൊടുത്തവർ ആരൊക്കെയാണ്? ഓപ്ഷൻ ബി 3ഉം 4ഉം. 1857 ബ്രിട്ടീഷ് വിരുദ്ധ കലാപകാലത്ത് ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം കൊടുത്തത് ജനറൽ ഭക്ത്ഖാനും ബഹദൂർ ഷാ രണ്ടാമനുമായിരുന്നു. ഇന്ത്യൻ ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനവേദിയായ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനവേദിയായ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ എ ഡൽഹി. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനവേദിയായ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മലയാളി വനിത. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മലയാളി വനിത ആരാണ്? ഓപ്ഷൻ സി ദാക്ഷായണി വേലായുധൻ. ദാക്ഷായണി വേലായുധനാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മലയാളി വനിത. ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്ന ഭരണഘടനയുടെ ഭാഗം ഏതാണ്? ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്ന ഭരണഘടനയുടെ ഭാഗം ഓപ്ഷൻ എ മൗലികാവകാശങ്ങൾ. ഇന്ത്യൻ ഭരണഘടനാ ഭാഗം 3 മൗലികാവകാശങ്ങളെയാണ് ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത്. യൂണിയൻ ലിസ്റ്റിൽ മാത്രം ഉൾപ്പെടുന്ന വിഭാഗം. തന്നിരിക്കുന്നവയിൽ യൂണിയൻ ലിസ്റ്റിൽ മാത്രം ഉൾപ്പെടുന്ന വിഭാഗം ഓപ്ഷൻ ഡി റെയിൽവേ. തന്നിരിക്കുന്നവയിൽ റെയിൽവേയാണ് യൂണിയൻ ലിസ്റ്റിൽ മാത്രം ഉൾപ്പെടുന്ന വിഭാഗം. വിവരാവകാശത്തിൻ്റെ കരട് രൂപം തയ്യാറാക്കിയ കൗൺസിലിൻ്റെ അധ്യക്ഷനായിരുന്നത്. വിവരാവകാശത്തിൻ്റെ കരട് രൂപം തയ്യാറാക്കിയ കൗൺസിലിൻ്റെ അധ്യക്ഷനായിരുന്നത്
ഓപ്ഷൻ ബി PB സാവന്ത്. PB സാവന്ത് ആയിരുന്നു വിവരാവകാശത്തിൻ്റെ കരട് രൂപം തയ്യാറാക്കിയ കൗൺസിലിൻ്റെ അധ്യക്ഷനായിരുന്നത്. വൈകുണ്ഠസ്വാമിയുടെ രചന ഏത്? ദർശനമാല, നവമഞ്ചരി, ആദിഭാഷ, അരുളുന്നൂൽ. തന്നിരിക്കുന്നവയിൽ വൈകുണ്ഠസ്വാമികളുടെ രചന ഏതാണ്? ഓപ്ഷൻ സി 4 മാത്രം. അരുളുന്നൂലാണ് വൈകുണ്ഠസ്വാമികളുടെ രചന. തന്നിരിക്കുന്നവയിൽ ദർശനമാലയും നവമഞ്ചരിയും ശ്രീനാരായണ ഗുരുവിൻ്റെ രചനകളാണ്. ആദിഭാഷ ചട്ടമ്പി സ്വാമികളുടെ രചനയാണ്. വേലുത്തമ്പിയുമായി ചേരാത്ത പ്രസ്താവന ഏത്? തിരുവിതാംകൂറിലെ ദളവയായിരുന്നു. മാത്യു തരകനെ സംരക്ഷിച്ചു. മെക്കാളയുമായി ശത്രുതയിലായിരുന്നു. വേലുത്തമ്പിയുമായി ചേരാത്ത പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ഡി 2 മാത്രം. മാത്യു തരകനെ സംരക്ഷിച്ചെന്ന പ്രസ്താവനയാണ് വേലുത്തമ്പി ദളവയുമായി ചേരാത്ത പ്രസ്താവന. വേലുത്തമ്പി ദളവയുടെ കാലത്ത് കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് മാത്യു തരകൻ. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭൂമി തരംതിരിച്ചത് ഏത് പേരിലായിരുന്നു? മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭൂമി തരംതിരിച്ചത് ഏത് പേരുകളിലായിരുന്നു? ഓപ്ഷൻ സി 2 മാത്രം. ബ്രഹ്മസ്വം, ദേവസ്വം, ദാനം, പണ്ടാരവക. ബ്രഹ്മസ്വം, ദേവസ്വം, ദാനം, പണ്ടാരവക എന്നിങ്ങനെയായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭൂമി തരംതിരിച്ചിരുന്നത്. മലബാർ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായി. ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് ശരിയായ വസ്തുതകൾ. ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരമാണ്. കാനിങ് പ്രഭുവിൻ്റെ തീരുമാനം അനുസരിച്ച് മൈസൂർ യുദ്ധത്തിൽ ടിപ്പുവിൻ്റെ തോൽവിയെ തുടർന്ന്. മലബാർ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായി. ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ സി 1ഉം 3ഉം. മലബാർ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായത് ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരമാണ്. മൈസൂർ യുദ്ധത്തിൽ ടിപ്പുവിൻ്റെ തോൽവിയെ തുടർന്നു. ഏത് സംവിധാനത്തിന് പകരമായാണ് 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്? ഏത് സംവിധാനത്തിന് പകരമായാണ് 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്? ഓപ്ഷൻ എ ആസൂത്രണ കമ്മീഷൻ. ആസൂത്രണ കമ്മീഷന് പകരമായിട്ടാണ് 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. 1962 ഇൻഡോ ചൈന യുദ്ധത്തിന് രാഷ്ട്രീയ കാരണം എന്ത്? 1962 ഇൻഡോ ചൈന യുദ്ധത്തിൻ്റെ രാഷ്ട്രീയ കാരണം എന്തായിരുന്നു? ഓപ്ഷൻ ഡി ദലൈലാമയ്ക്ക് അഭയം നൽകിയത്. ദലൈലാമയ്ക്ക് അഭയം നൽകിയതായിരുന്നു 1962 ഇൻഡോ ചൈന യുദ്ധത്തിൻ്റെ രാഷ്ട്രീയ കാരണം. ഇന്ത്യയിലെ പരമ്പരാഗത ഋതുക്കളെ അടിസ്ഥാനമാക്കി മെയ് ജൂൺ മാസങ്ങളിൽ കാണുന്ന കാലാവസ്ഥ. തന്നിരിക്കുന്നവയിൽ ഇന്ത്യയിലെ പരമ്പരാഗത ഋതുക്കളെ അടിസ്ഥാനമാക്കി മെയ് ജൂൺ മാസങ്ങളിൽ കാണുന്ന കാലാവസ്ഥ. ഓപ്ഷൻ എ ഗ്രീഷ്മകാലം. ഇന്ത്യയിലെ പരമ്പരാഗത ഋതുക്കളെ അടിസ്ഥാനമാക്കി മെയ് ജൂൺ മാസങ്ങളിൽ കാണുന്ന കാലാവസ്ഥ ഗ്രീഷ്മകാലം. ഉഷ്ണമേഖല വരണ്ട ഇലപൊഴിയും കാടുകൾ കേരളത്തിൽ കാണപ്പെടുന്നത് എവിടെ? തന്നിരിക്കുന്നവയിൽ ഉഷ്ണമേഖല വരണ്ട ഇലപൊഴിയും കാടുകൾ കേരളത്തിൽ കാണപ്പെടുന്നത് എവിടെയാണ്? ഓപ്ഷൻ ബി മറയൂർ. തന്നിരിക്കുന്നവയിൽ മറയൂരാണ് ഉഷ്ണമേഖല വരണ്ട ഇലപൊഴിയും കാടുകൾ കേരളത്തിൽ കാണപ്പെടുന്നത്. കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ജനസാന്ദ്രതയുള്ള ജില്ല. കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ജനസാന്ദ്രതയുള്ള ജില്ല. ഓപ്ഷൻ ഡി ഇടുക്കി. ഇടുക്കി ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ജനസാന്ദ്രതയുള്ള ജില്ല. കേരളത്തിലെ ഏറ്റവും അധികം വിളവൈവിധ്യമുള്ള പ്രദേശം. കേരളത്തിലെ ഏറ്റവും അധികം വിളവൈവിധ്യമുള്ള പ്രദേശം. ഓപ്ഷൻ എ ഇടനാട്. ഇടനാടാണ് കേരളത്തിലെ ഏറ്റവും അധികം വിളവൈവിധ്യമുള്ള പ്രദേശം. ഇന്ത്യയിലെ ആദ്യത്തേതും ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയതുമായ സൈക്കിൾ ഹൈവേ താഴെ പറയുന്ന ഏത് സംസ്ഥാനത്തിനാണ് തുറന്നുകൊടുത്തത്? ഇന്ത്യയിലെ ആദ്യത്തേതും ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയതുമായ സൈക്കിൾ ഹൈവേ താഴെ പറയുന്ന ഏത് സംസ്ഥാനത്തിലാണ് തുറന്നുകൊടുത്തത്? ഓപ്ഷൻ ബി ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തേതും ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയതുമായ സൈക്കിൾ ഹൈവേ ഉത്തർപ്രദേശ് സംസ്ഥാനത്തിലാണ് തുറന്നുകൊടുത്തത്. തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരങ്ങളിൽ നേർത്ത തൂവൽക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘം. തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരങ്ങളിൽ നേർത്ത തൂവൽക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘം.
ഓപ്ഷൻ ഡി സിറസ്. സിറസ് മേഘങ്ങളാണ് തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരങ്ങളിൽ നേർത്ത തൂവൽക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘം. ഇന്ത്യയിൽ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി. ഇന്ത്യയിൽ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി. ഓപ്ഷൻ സി പി ടി ഉഷ. പി ടി ഉഷയാണ് ഇന്ത്യയിൽ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി. ആധുനിക ഇന്ത്യയിലെ സാമൂഹ്യ പുനരുദ്ധാരണത്തിനു വേണ്ടി സ്വാമി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച പ്രസ്ഥാനം. ആധുനിക ഇന്ത്യയിലെ സാമൂഹ്യ പുനരുദ്ധാരണത്തിനു വേണ്ടി സ്വാമി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച പ്രസ്ഥാനം. ഓപ്ഷൻ എ ആര്യസമാജം. തന്നിരിക്കുന്നവയിൽ ആര്യസമാജമാണ് ആധുനിക ഇന്ത്യയിലെ സാമൂഹ്യ പുനരുദ്ധാരണത്തിനു വേണ്ടി സ്വാമി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച പ്രസ്ഥാനം. 42ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ആശയങ്ങൾ. 42ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ആശയങ്ങൾ. ഓപ്ഷൻ ബി മതേതരത്വം, സ്ഥിതിസമത്വം. 42ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ആശയങ്ങളാണ് മതേതരത്വവും സ്ഥിതിസമത്വവും. മൈക്കൽ ആഞ്ചലോയുടെ ലാ പിയാത്തെ എന്ന പ്രശസ്ത ശില്പത്തിൻ്റെ മലയാള അർത്ഥം. മൈക്കൽ ആഞ്ചലോയുടെ ലാ പിയാത്തെ എന്ന പ്രശസ്ത ശില്പത്തിൻ്റെ മലയാള അർത്ഥം. ഓപ്ഷൻ ഡി കരുണ. മൈക്കൽ ആഞ്ചലോയുടെ ലാ പിയാത്തെ എന്ന പ്രശസ്ത ശില്പത്തിൻ്റെ മലയാള അർത്ഥം കരുണ എന്നതാണ്. പ്രോട്ടീനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുന്നു. ശരീര നിർമ്മിതിക്ക് ആവശ്യമായ ആഹാര ഘടകമാണ്. ധാന്യങ്ങളിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. പ്രോട്ടീൻ കുറയുന്നത് വളർച്ച കുറയുന്നതിന് കാരണമാകുന്നു. തന്നിരിക്കുന്നവയിൽ പ്രോട്ടീനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ഓപ്ഷൻ ബി 2 and 4. പ്രോട്ടീൻ ശരീര നിർമ്മിതിക്ക് ആവശ്യമായ ആഹാര ഘടകമാണ്. പ്രോട്ടീൻ കുറയുന്നത് വളർച്ച കുറയുന്നതിന് കാരണമാകുന്നു. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. ആദ്യമായി ബാരോമീറ്റർ നിർമ്മിച്ച് അന്തരീക്ഷ മർദ്ദം അളന്ന ശാസ്ത്രജ്ഞൻ ആരാണ്? ആദ്യമായി ബാരോമീറ്റർ നിർമ്മിച്ച് അന്തരീക്ഷ മർദ്ദം അളന്ന ശാസ്ത്രജ്ഞൻ. ഓപ്ഷൻ ഡി ടോറിസെല്ലി. ടോറിസെല്ലിയാണ് ആദ്യമായി അന്തരീക്ഷ മർദ്ദം അളക്കാനായി ബാരോമീറ്റർ നിർമ്മിച്ച് അന്തരീക്ഷ മർദ്ദം അളന്ന ശാസ്ത്രജ്ഞൻ. ഭക്ഷ്യവസ്തുക്കൾ ദീർഘകാലം കേടുവരാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഭക്ഷ്യവസ്തുക്കൾ ദീർഘകാലം കേടുവരാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ സോഡിയം ബെൻസോയേറ്റ്. സോഡിയം ബെൻസോയേറ്റ് ആണ് ഭക്ഷ്യവസ്തുക്കൾ ദീർഘകാലം കേടുവരാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു. മ്യൂക്കോർ മൈക്കോസിസ് എന്ന രോഗം താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മ്യൂക്കോർ മൈക്കോസിസ് എന്ന രോഗം താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി ബ്ലാക്ക് ഫംഗസ്. മ്യൂക്കോർ മൈക്കോസിസ് എന്ന രോഗം തന്നിരിക്കുന്നവയിൽ ബ്ലാക്ക് ഫംഗസുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കേരള ഗവൺമെൻറ് പദ്ധതി. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കേരള ഗവൺമെൻറ് പദ്ധതിയാണ്. ഓപ്ഷൻ ബി താലോലം. തന്നിരിക്കുന്നവയിൽ താലോലം പദ്ധതിയാണ് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കേരള ഗവൺമെൻറ് പദ്ധതി. രോഗപ്രതിരോധ ശേഷി ഗണ്യമായി കുറഞ്ഞ് ഏത് രോഗാണുവിനും പ്രവർത്തിക്കാനുള്ള അവസ്ഥ സംജാതമാകുന്ന രോഗം. തന്നിരിക്കുന്നവയിൽ രോഗപ്രതിരോധ ശേഷി ഗണ്യമായി കുറഞ്ഞ് ഏത് രോഗാണുവിനും പ്രവർത്തിക്കാനുള്ള അവസ്ഥ സംജാതമാകുന്ന രോഗമാണ്? ഓപ്ഷൻ ഡി എയ്ഡ്സ്. രോഗപ്രതിരോധ ശേഷി ഗണ്യമായി കുറഞ്ഞ് ഏത് രോഗാണുവിനും പ്രവർത്തിക്കാനുള്ള അവസ്ഥ സംജാതമാകുന്ന രോഗമാണ് എയ്ഡ്സ്. കേരള സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി. തന്നിരിക്കുന്നവയിൽ കേരള സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയാണ്. ഓപ്ഷൻ എ മെഡിസെപ്പ്. തന്നിരിക്കുന്നവയിൽ മെഡിസെപ്പ് ആണ് കേരള സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി. ജീവകം സിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം.
ജീവകം സിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം? ഓപ്ഷൻ ബി സ്കർവി. തന്നിരിക്കുന്നവയിൽ സ്കർവി എന്ന രോഗമാണ് ജീവകം സിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം. ശാരീരികവും മാനസികവുമായ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് മാർഗനിർദ്ദേശം നൽകുന്ന മുഴുവൻ സമയവും പ്രവർത്തിക്കുന്ന ടെലി ഹെൽത്ത് ഹെൽപ്പ് ലൈൻ. ശാരീരികവും മാനസികവുമായ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് മാർഗനിർദ്ദേശം നൽകുന്ന മുഴുവൻ സമയവും പ്രവർത്തിക്കുന്ന ടെലി ഹെൽത്ത് ഹെൽപ്പ് ലൈൻ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ ദിശ. ദിശ ഹെൽപ്പ് ലൈനാണ് ശാരീരികവും മാനസികവുമായ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് മാർഗനിർദ്ദേശം നൽകുന്ന മുഴുവൻ സമയവും പ്രവർത്തിക്കുന്ന ടെലി ഹെൽത്ത് ഹെൽപ്പ് ലൈൻ. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.